അപ്പൊ ഡിസ്കഷൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് വാക്കുകളെ കൊണ്ടുവരുന്ന ടെക്നിക്കാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ, നമ്മൾ പറയുന്ന രീതി, കാര്യങ്ങളൊക്കെ അത് ലീഡർഷിപ്പിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്കഷൻ ലേണിംഗ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പേനാലോ ഓക്കെ. ഞാൻ ഇങ്ങനെ പറയുകയാണ്, നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് പോയാൽ പ്രശ്നമില്ലല്ലോ. ഒരു ഔട്ട് ബോണ്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടത്തി അത്യാവശ്യം നമുക്കൊരു തണുപ്പുള്ള സ്ഥലത്തേക്ക് നമുക്ക് എന്തിനു പോവാം, ഒരു ട്രിപ്പ് പോവാം. അങ്ങനെ റെഡി, ഒന്ന് ചില്ല ഔട്ട് ചെയ്യാൻ വേണ്ടി സജഷൻ പോവാം. ഊട്ടി, പിന്നെ മൂന്നാർ, കാശ്മീർ. ഈ ഇദ്ദേഹം പറഞ്ഞ ഈ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, കാര്യങ്ങള് അങ്ങനെ. പൊന്മുടി, ഈ പൊന്മുടി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അടുത്തായി പോയി. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഒരു കുറച്ച് ട്രാവൽ വേണം, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ഥലം വേണം, അങ്ങനെ ഒരു സ്ഥലം. വാഗമണ്ണ്, കൊടൈക്കനാൽ, കൂർഗ്, കുറച്ചൊരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലേസ് ആണെങ്കിൽ നല്ലത്. വയനാട്, ഗവി ആന പിടിച്ച് ചിലപ്പോ എന്താണ് അല്ലേ, സത്യം. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഏതൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞതായിരുന്നു? ഊട്ടി, പിന്നെ പറഞ്ഞത് മൂന്നാറ്. ഊട്ടി, മൂന്നാറ്, രണ്ടെണ്ണം എടുത്തേ. ഊട്ടി, കൊടൈക്കനാൽ. ശരി, ഊട്ടി, കൊടൈക്കനാൽ, ഫൈൻ, ആയിക്കോട്ടെ. ഊട്ടി, കൊടൈക്കനാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഏതാ തീരുമാനം എടുക്കാം? ഊട്ടി. അദ്ദേഹത്തിന് സന്തോഷമായി. ഊട്ടി റെഡിയാണോ? കൈയോതി കാണി. ആയിക്കോട്ടെ, സന്തോഷമായി. ഇവിടെ ഞാൻ എഴുതിയത് ഊട്ടിയാ. ഞാനിവിടെ എഴുതി വെച്ചത്, പേരാ മേടിച്ച് എഴുതി വെച്ചത് ഊട്ടിയാ. മാജിക്കൊന്നുമല്ല, എന്റെ ചോദ്യങ്ങൾ അങ്ങനെയായി പോയി. ഇതാണ് ഡിസ്കഷൻ ലേണിംഗ്. എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റും. ചോദ്യം അങ്ങനെയായിരിക്കും. ഒരു ലീഡറിന് എന്നും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് ഡിസ്കഷൻ ലേണിംഗ്. കളിച്ചു പിടിച്ച് അവിടെ എത്തുള്ളൂ, എങ്ങനെയെങ്കിലും എത്തും. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ ആൾക്കാർക്ക് എങ്ങനെ തോന്നുന്നത്? അയാൾ ഡെമോക്രാറ്റിക് ആണ്, ഓക്കെ, അയാള് ട്രാൻസ്ഫോർമേഷനിലാണ്, ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ആക്ച്വലി അയാൾ ഇതൊന്നുമല്ല. ആരായാള്? ഓട്ടോക്കാരൻ. മനസ്സിലാവില്ല.